മോഹൻലാലും പൃഥ്വിരാജും ചേർന്ന് ലൂസിഫർ ഉണ്ടാക്കിയ ഒരു വലിയ വിപ്ലവം തന്നെ പറയാം. ആ സിനിമയ്ക്ക് ശേഷം റോഡ് ആഡ് ചെയ്തു. പിന്നീട് ഇപ്പോൾ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എമ്പുരാൻ ചെയ്ത് കഴിഞ്ഞു. അതിനിടയിലാണ് മോഹൻലാലും പൃഥ്വിരാജും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് അടുത്ത പടം ഇവർ ഒരുമിച്ച് ചെയ്യില്ല എന്നുള്ളൊരു കിംവദന്തികൾ സിനിമാ വൃത്തങ്ങൾക്കുള്ളിൽ പാട്ടായി തീർന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ജോലിയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയുക, അത് അവർ സ്ഥിരം തൊഴിലാണെന്ന് ആലോചിക്കണം. എന്നിട്ട് തമ്മിലടുപ്പിച്ചുകൊണ്ട് അവർ സന്തോഷിക്കുക. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ്. അസൂയയും കുശുമ്പും ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗമുണ്ട്. എനിക്ക് നന്നാവാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റൊരാൾ നന്നാകരുത് എന്നാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാ ഇത്രയൊക്കെ മുഖവര, അതൊക്കെ പറയേണ്ട കാര്യം എന്താണെന്ന്. കാര്യമുണ്ട്. മുൻപ് ഇതൊക്കെ ഉള്ളപ്പോൾ വലിയ പ്രശ്നമായിരുന്നില്ല. കാരണം നമ്മൾ ഒരിക്കലും വേർപിരിയില്ല എന്ന് വിചാരിച്ച ആൾക്കാരെക്കുറിച്ച് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോഴോ, അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്താ, എന്നാൽ പിന്നെ ജോഷിയും മമ്മൂട്ടിയും തമ്മിലുള്ളത് സിനിമ ചെയ്യാത്ത എന്താണെന്ന് ചോദിക്കും. അവർ തമ്മിൽ തെറ്റി നിൽക്കല്ലേ എന്ന് ചോദിക്കില്ലേ. ഞാൻ സമ്മതിക്കും, തെറ്റി നിൽക്കുന്നുള്ളതല്ല. ജോഷിയും മമ്മൂട്ടിയും ആ രാത്രി മുതലുള്ളൊരു ബന്ധം തുടങ്ങി നിരവധി ഹിറ്റുകൾ ചെയ്ത ആൾക്കാരാണ്. ശരിക്കും ഇടയ്ക്ക് എല്ലാവർക്കും ഈഗോ ഉണ്ടാവുമല്ലോ. പടം വിജയിക്കുന്നത് മമ്മൂട്ടിയുടെ കെയർ ഓഫറാണ് അല്ലെങ്കിൽ ജോഷിയുടെ മിടുക്കാണ് ഒക്കെ പറയും. ആ രണ്ടും ഒരു ഈഗോ വരുമ്പോഴാണ് പ്രശ്നം. അങ്ങനെ ഒരു സിനിമയുടെ പേര് നിങ്ങൾക്കറിയാം. അപ്പം അവിടെ വെച്ച് ഒരു സൗന്ദര്യപ്പണക്കം ഇരു തമ്മിലുണ്ടായി, മമ്മൂട്ടി പിണങ്ങിപ്പോയി. ഇതൊക്കെ ഉണ്ടായ സംഭവമാണത്. അതിനുശേഷം ഇത്രയും വർഷമായി അവരൊരുമിച്ച് ഒരു സിനിമ ചെയ്തിട്ടില്ല, അത് സത്യം. പക്ഷേ മമ്മൂട്ടി തിരക്കാണ്, അപ്പോൾ ജോഷിയും തിരക്കാണ്. ഇപ്പോൾ ജോഷി ഇപ്പോൾ തിരക്കല്ലല്ലോ എന്നുള്ളത്. കാരണം ഇപ്പോൾ മമ്മൂട്ടി പുതിയ ആൾക്കാർ വെച്ചാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉള്ളിലുണ്ടായിരിക്കാം, നമ്മൾ അതിൻ്റെ നിന്ന് ചെകഞ്ഞു പോകേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പൃഥ്വിരാജ് അങ്ങനെ ഒരു നല്ല ചെറുപ്പക്കാരൻ തന്നെയാണെന്ന് അനുഭവിക്കുന്നത്. കാര്യങ്ങൾ തുറന്നു പറയും, അതിപ്പോഴല്ല. പൃഥ്വിരാജ് അഭിനയിക്കാൻ വന്ന കഷ്ടമുണ്ടെന്ന് ആലോചിക്കണം. അന്ന് സുകുമാരൻ്റെ മകൻ എന്നുള്ളൊരു സ്നേഹം എനിക്കുണ്ടായിരുന്നു. കാരണം ഞാനും സുകുമാരൻ തമ്മിലാണ് ഉള്ളടുപ്പം. ഞാനും സുകുമാരൻ്റെ വൈഫും മല്ലികയും തമ്മിലാണ് അടുപ്പം. അവരുടെ മകൻ ചെറുപ്പക്കാരൻ അഭിനയിക്കാൻ വരുമ്പോൾ എങ്ങനെ ഇരിക്കും നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനന്നത് ഒന്നാമത്തെ രണ്ടാമത്തെ സിനിമയാണെന്ന് തോന്നുന്നത്, വിനയൻ്റെ ഒരു സിനിമ കഴിഞ്ഞ് അതിൻ്റെ ഫങ്ഷൻ നടക്കുകയാണ്, ഒരു യക്ഷിക്കഥയ്ക്കുള്ള സിനിമ ഉണ്ടല്ലോ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞു. ഇൻ്റർവ്യൂ തരാമല്ലോ ചോദിച്ചു. എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നാണ് ചോദിച്ചത്. കാരണം ആ ചെറുക്കനല്ലേ, ഒടിക്കാൻ പാടില്ല, വളയ്ക്കാനല്ലേ പറ്റുള്ളൂ വെച്ചിട്ട്. അപ്പോൾ എടുത്ത് വായിക്കി, എന്നോട് എന്തും ചോദിക്കാം, പക്ഷെ വേറെ കാര്യം ഞാൻ തിരിച്ചു ചില കാര്യങ്ങൾ പറയും, അതിനെന്നൊന്നും ചെയ്യരുതെന്ന് പറയും. അങ്ങനെ, അതായത് ഈ കടുക്ക് വറുക്കണ പോലെയാണ് സംസാരം. എനിക്കിഷ്ടമായി ശരിക്കും. അന്ന് എല്ലാ കാര്യങ്ങളും എല്ലാവരും മുഖത്ത് നോക്കി പറയും. അല്ലെങ്കിൽ സത്യമെന്ന വിനയൻ്റെ പടത്തിൽ ഈ സിനിമാക്കാർക്ക് വിലക്ക് ഘട്ടത്തിൽ ആ സിനിമയിൽ അഭിനയിച്ച് പോളാ പുല്ലേ എന്ന് പറഞ്ഞ ഒരാളാണ് ശരിക്കും എന്നറിയും. ആ ചെറുപ്പക്കാരൻ വളർന്നു ചെറിയ വളർച്ചില്ല, സ്വന്തം കഠിനാധ്വാനം, ആരും അങ്ങനെ വളർത്തിയതൊന്നുമല്ല എന്നാലോചിക്കണം. വളർന്ന് ഒരു സിനിമ, ഒറ്റ സിനിമയാണ് മോഹം ഉണ്ടായിരുന്നു, ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. അത് വന്നു, അത് മോഹൻലാലിനെ നായനാക്കി, അത് ലൂസിഫർ എന്നുള്ള പേരിട്ടു. ലൂസിഫർ ഇറങ്ങാൻ പോയി പലരും പറഞ്ഞു ഉവ്വ ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞു. കാരണം ആടിങ്ങനെ നടന്നു പോകുമ്പോൾ ആടിൻ്റെ പാലിയന്ത്രഭാഗം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കില്ലേ, അപ്പോൾ കാണുന്നവർ അത് ഇപ്പോൾ പൊട്ടി വീഴുമെന്ന് പറഞ്ഞ പോലെ ഈ സിനിമ പൊട്ടും എന്നാണ് പറഞ്ഞത്. അതിൽ അന്ന് കൊടുത്തൊരു മറുപടി ഉണ്ട്. ആ സിനിമ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. ജനങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സിനിമയും ഇവിടെ പരാജയപ്പെട്ടിട്ടില്ല. ആ സിനിമ ജനങ്ങൾ ഏറ്റെടുത്തു, വിജയിച്ചു. അന്ന് തന്നെ അവർ രണ്ടാം ഭാഗം പറഞ്ഞു, കാശുണ്ടാക്കി. ഇതൊരു സത്യം തന്നെയാണ്. അവിടെ രണ്ടാം ഭാഗത്തിലേക്കുള്ള സാധനങ്ങൾ ആ സിനിമയുടെ ക്ലൈമാക്സിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമ പൂർത്തിയായി. സിനിമ പൂർത്തിയായതിന് മുൻപ്
മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസും റിലീസായി. അത് 8 നിലയിൽ പൊട്ടി. ഈ പടന്നാണ് ഈഗോ വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് ഇപ്പൊ പറയുന്നത് ബറോസ് പരാജയപ്പെട്ടു, ശരിയായിരിക്കാം. പക്ഷേ പൃഥ്വിരാജ് ഈ സിനിമ, പുതിയ സെമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി ബഡ്ജറ്റ് കണ്ടമാനം കൂടി എന്നൊരു ടോക്ക് പരക്കുന്നുണ്ട്. അതെന്താ അങ്ങനെ? ഈ വെറുതെ കൂടിയതല്ലല്ലോ. എന്തായാലും ലൂസിഫറിന്റെ മീതം നിൽക്കണം 2ാം ഭാഗം, വേണ്ടേ? ഏതൊരു സംവിധായകനും ആഗ്രഹിക്കുന്ന താൻ ചെയ്ത ഇന്ന പടത്തിനേക്കാൾ ഒരു പടി മീതെ എന്നുള്ളത്. പക്ഷെ അങ്ങനെ മുമ്പുണ്ടായിരുന്നു. എന്താ പറയുക, സിനിമ എല്ലാവരുടെയും കലയാണ്, സംവിധായകൻ്റെ മാത്രമല്ല. സംവിധായകന് പേരെടുക്കാൻ വേണ്ടി മാത്രം സിനിമയ്ക്ക് കോസ്റ്റ് കൂട്ടുന്നത് ശരിയല്ല എന്നൊരു പ്രചരണം വരികയാണ്. അതിപ്പോഴെങ്ങനെയല്ല. മുമ്പ് ഇപ്പോഴല്ലേ സിനിമയിൽ നമ്മളിപ്പോൾ ഫിലിമില്ലാത്തുള്ളൂ. മുമ്പ് ഫിലിമായിരുന്നല്ലോ, ക്യാമറയ്ക്ക് ഇത്ര റോള് ഫിലിം എക്സ്പോസ് ചെയ്യണം എന്നുള്ളത്. അന്നും 2 മണിക്കൂർ 2.25 മണിക്കൂർ ഇടയ്ക്കുള്ള സിനിമ ഉണ്ടായിട്ടുള്ളൂ. ചിലർ 15 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യും, ചിലർ 20 ദിവസം കൊണ്ട് 100 ദിവസം കൊണ്ടൊക്കെ ഉണ്ട്. എത്ര ദിവസം ഷൂട്ട് ചെയ്താലും എഡിറ്റ് ചെയ്താലും 2.25 മണിക്കൂറിൽ ഒതുക്കാറാണ് പതിവ്. പക്ഷെ അന്ന് വേറൊരു കാര്യം ചെയ്തിരുന്നു. കുറേ റോള് ഫിലിം എക്സ്പോസ് ചെയ്യും. വെറുതെ എക്സ്പോസ് ചെയ്യല്ല. അന്ന് ഫിലിമിന് നല്ല വിലയാണ്, ഓരോ നല്ല വിലയാണെന്ന് ആലോചിക്കണം. അപ്പോൾ കുറേ റോള് ഫിലിം എക്സ്പോസ് ചെയ്യുമ്പോൾ അത്രയും ദിവസങ്ങൾ കൂടുന്നു. ഒരു ദിവസം ഷൂട്ടിങ്ങിന് ഇത്ര രൂപ ചിലവുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് 10-20 ദിവസം കൂടി വരുമ്പോൾ ഇൻഡു വരുന്നു. അങ്ങനെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കൂടുന്നു. ഇത് നിർമ്മാതാവിന് വിഷമം ഉണ്ടാക്കുന്നു. നിർമ്മാതാവിനോട് പറയുന്നത് എന്താ, ഇത് ഈ സംവിധായകന് പരീക്ഷണം നടത്താൻ വേണ്ടി ആയിരിക്കരുത് സിനിമ എന്ന് പറയുന്നു. അങ്ങനെയും കുറേ പേര് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെട്ടി 2-2.25 മണിക്കൂർ ഒതുക്കുന്നു. നമ്മളൊക്കെ ബാർബർ ഷാപ്പിൽ പോയിട്ട് നമ്മൾ നീണ്ട മുടിയൊക്കെ വെട്ടിക്കളയുന്ന പോലെ തലയൊക്കെ ഒരു മുട്ടടിച്ചിട്ട് ബാക്കി നോക്കുമ്പോൾ കുറേ കണ്ടില്ലേ മുടി കിടക്കുന്നു എന്നുപോലെ ഇതൊക്കെ ലക്ഷങ്ങളാണ് അന്ന്. ആ കാലം കഴിഞ്ഞു. ഇപ്പം അതുദ്ദേശത്തിലാണ് പറയുന്നത്, ഈ എമ്പുരാനും പറഞ്ഞതിനേക്കാൾ 3 ഇരട്ടി പോർഷൻ കോസ്റ്റ് വന്നിരിക്കുന്നു. അത് ലാലിനെ ചതിക്കാനല്ലേ, അത് ആന്റണിയെ ചതിക്കാനല്ലേ എന്നാണ് ഒരു വിഭാഗം പറഞ്ഞ് പരത്തിയത്. ഇത് ആരും നേരിട്ട് പൃഥ്വിരാജ് ചോദിച്ചിട്ടില്ല. കാരണം സിനിമയുടെ എല്ലാ കാര്യങ്ങളും പൂഞ്ഞി 5-8 ദിവസത്തെ വർക്ക് മാത്രമേ മൊത്തത്തിലുള്ളതെന്ന് കേൾക്കുന്നത്. ബാക്കി പൂർത്തിയാകും, വിഷുവിന് റിലീസ് ചെയ്യാൻ പോകണു. ആ വാർത്ത വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ടോക്ക് വന്നപ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട്. ആ വിഷമം വരാൻ കാരണം അതാര് പ്രചരിപ്പിച്ചു എന്ന് ആലോചിക്കണം. കാരണം ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിൻ്റെ കൂടെ വന്ന ദിവസം മുതൽ, പിന്നെ സജീവമായ ദിവസം മുതൽ മോഹൻലാലിൻ്റെ എല്ലാ കാര്യങ്ങളും, സിനിമയുടെ കഥയും മറ്റും എല്ലാ കാര്യങ്ങളും കേട്ട് തീരുമാനമെടുക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണ് എന്ന് തീരുമാനം വന്ന ദിവസം മുതൽ മോഹൻലാലിനോട് അടുക്കാൻ പറ്റാത്ത കുറേ പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് ദേഷ്യമുണ്ടായിരിക്കുന്ന ആലോചിക്കണം. അവരും ചില കിംവദന്തികൾ പറഞ്ഞുണ്ടാക്കി. ഇങ്ങനെ ആകെ കൂടി ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പൃഥ്വിരാജിൻ്റെതായിട്ടുള്ള ഭാഗമെന്ന് പറഞ്ഞ് ചിലർ പരത്തിയത് ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ എമ്പുരാന് ശേഷം വേറെ പടം ചെയ്യണ്ട. ഇപ്പം ലാലേട്ടനെ വെച്ച് ഞാൻ 3 പടം ചെയ്തു, സംവിധാനം ചെയ്തു. ആ 2 പടവും കുഴപ്പമായിട്ടില്ല. എമ്പുരാനും മോശം വരില്ല. ഞാൻ കോസ്റ്റ് കൂട്ടിയിട്ടുമില്ല. കാരണം ഇതിൻ്റെ ഈ കഥ പറയുമ്പോഴും തിരക്കഥ വായിക്കുമ്പോഴും ഇതെവിടൊക്കെയാണെന്ന് വ്യക്തമായിട്ട് അറിയാൻ, ചിലവ് കൂടുമെന്നറിയാം. അന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അത് കേട്ട് ലാല് പറഞ്ഞെങ്ങനെയാണ്, അതിനെ അനിയ ഞാൻ വല്ലതും പറഞ്ഞു, ആന്റണി എന്തെങ്കിലും പറഞ്ഞോ? പുറത്തുള്ള നായ്ക്കൾ കുരച്ചാൽ നമ്മൾ എന്തിന് ചെവി കൊടുക്കുന്നു? നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റ്, അത് കോസ്റ്റ് എത്രയാവും നമുക്കറിയാം. ഈ കോസ്റ്റ് എത്രയാണെന്ന് ഇപ്പോൾ നാട്ടുകാർക്ക് അറിയില്ല, നമ്മളെ കുറ്റം പറയുന്നവരൊക്കെ അറിയില്ല. അതുകൊണ്ട് അത് വിട്, നമുക്ക് നമ്മുടെ സിനിമയിലേക്ക് കടക്കാം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോഴും ഒരു ചോദ്യം നമുക്ക് എന്താ ചോദിക്കണമെന്ന് അറിയാമോ? ഇങ്ങനെ വെറുതെ ആൾക്കാർ എന്തെങ്കിലും പറയുമോ? തീയില്ലാതെ പുക ഉണ്ടാകുമോ?